ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള പതിറ്റാണ്ടുകൾ നീണ്ട സൗഹൃദ ബന്ധങ്ങൾക്ക് പുതിയൊരു തന്ത്രപരമായ മാനം നൽകിക്കൊണ്ടാണ് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ഇന്ത്യൻ മണ്ണിൽ വെച്ച് RT ഇന്ത്യ എന്ന വാർത്താ ചാനലിന്റെ സംപ്രേഷണത്തിന്റെ ഔദ്യോഗികമായി തുടക്കം കുറിച്ചത്. കേവലം ഒരു ചാനൽ ഉദ്ഘാടനം എന്നതിലുപരി പാശ്ചാത്യ മാധ്യമങ്ങളുടെ ആഖ്യാനങ്ങളുടെ ആധിപത്യത്തെ വെല്ലുവിളിക്കാനും റഷ്യയുടെ കാഴ്ചപ്പാടുകൾ ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമായ ഇന്ത്യയിലെ ജനങ്ങളിലേക്ക് നേരിട്ട് എത്തിക്കാനുമുള്ള ഒരു സുപ്രധാന ഭൗമരാഷ്ട്രീയ നീക്കമായാണ് ഈ സംരംഭം വിലയിരുത്തപ്പെടുന്നത്. പുടിന്റെ സന്ദർശന വേളയിൽ ഈ ചടങ്ങ് മാധ്യമ ലോകത്തും നയതന്ത്ര തലത്തിലും വലിയ ചർച്ചകൾക്ക് വഴി തുറക്കുകയും ഇന്ത്യൻ പൊതുബോധത്തിൽ പുതിയ ചോദ്യങ്ങൾ ഉയർത്തുകയും ചെയ്തിരിക്കുന്നു. ലെറ്റ്സ് ഗോ എന്ന പുടിന്റെ വാക്കുകളോടെയാണ് RT ഇന്ത്യയുടെ സംപ്രേഷണം ആരംഭിച്ചത്. ഈ നടപടി റഷ്യൻ സർക്കാരിന്റെ നേരിട്ടുള്ള പിന്തുണയോടെയാണ് ചാനൽ പ്രവർത്തിക്കുന്നതെന്ന് ലോകത്തിന് മുന്നിൽ വ്യക്തമാക്കുന്നതായിരുന്നു. റഷ്യ-യുക്രൈൻ സംഘർഷത്തെ തുടർന്ന് യൂറോപ്പിലും അമേരിക്കയിലും RT ചാനലിന് നിരോധനം നേരിടുന്ന സാഹചര്യത്തിൽ ഇന്ത്യയിൽ അതിന്റെ സംപ്രേഷണം ആരംഭിക്കാൻ പുടിൻ നേരിട്ട് സമയം കണ്ടെത്തിയത് ഈ പദ്ധതിക്ക് റഷ്യൻ ഭരണകൂടം നൽകുന്ന പ്രാധാന്യം വിളിച്ചോതുന്നു. പുടിൻ മുന്നോട്ട് വെക്കുന്ന സന്ദേശങ്ങൾ എന്നത് ദശലക്ഷക്കണക്കിന് ഇന്ത്യക്കാർക്ക് റഷ്യയുടെ വർത്തമാനകാല യാഥാർത്ഥ്യങ്ങളും ആഗ്രഹങ്ങളും കാഴ്ചപ്പാടുകളും നേരിട്ട് മനസ്സിലാക്കാൻ ഈ സംരംഭം അവസരം ഒരുക്കുമെന്ന് പുടിൻ അഭിപ്രായപ്പെട്ടു. പാശ്ചാത്യ മാധ്യമങ്ങൾ റഷ്യയെക്കുറിച്ച് സൃഷ്ടിക്കുന്ന പ്രതികൂല പ്രതിച്ഛായ മറികടക്കുക എന്നതാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത്. ഇന്ത്യയുമായുള്ള തങ്ങളുടെ സഹകരണം വർദ്ധിപ്പിക്കുന്നതിൽ ഇതൊരു നിർണായക നാഴികക്കല്ലാണെന്നും ഇന്ത്യ തങ്ങളുടെ ഏറ്റവും വിശ്വസ്തനായ സഖ്യകക്ഷിയായി റഷ്യ കണക്കാക്കുന്നുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. സത്യത്തെ ഭയക്കുന്നത് കൊണ്ടാണ് പാശ്ചാത്യ രാജ്യങ്ങൾ RT ചാനലിന് നിരോധനം ഏർപ്പെടുത്തുന്നതെന്ന് അദ്ദേഹം വിമർശിച്ചത് RT ഇന്ത്യയെ ഒരു വാർത്താ ചാനലായി മാത്രമല്ല, പാശ്ചാത്യ ആഖ്യാനങ്ങൾക്കെതിരെ റഷ്യയുടെ പ്രതിരോധ ആയുധമായിട്ടാണ് കണക്കാക്കുന്നതെന്നും വ്യക്തമാകുന്നു. സർക്കാർ തലത്തിലുള്ള പ്രതിരോധ ഊർജ്ജ ബന്ധങ്ങൾക്കപ്പുറം ജനങ്ങൾ തമ്മിലുള്ള വൈകാരികമായ ബന്ധം പുനഃസ്ഥാപിക്കാനുള്ള ശ്രമം കൂടി RT ഇന്ത്യയുടെ വരവിന് പിന്നിലുണ്ട്. RT എഡിറ്റർ ഇൻ ചീഫ് മാർഗരറ്റിൻ സിമോണിയൻ സോവിയറ്റ് കാലഘട്ടം മുതൽ റഷ്യയ്ക്ക് ഇന്ത്യയോടുള്ള സ്നേഹവും രാജ് കപൂറിന് ബോളിവുഡ് സിനിമകൾക്കും റഷ്യയിലുണ്ടായിരുന്ന വമ്പിച്ച സ്വീകാര്യതയും ചൂണ്ടിക്കാട്ടി. ഡിസ്കോ ഡാൻസർ സിനിമയിലെ ജിമ്മി ജിമ്മി എന്ന ഗാനം റഷ്യൻ സംസ്കാരത്തിന്റെ ഭാഗമായി മാറിയത് ഈ വൈകാരിക ബന്ധത്തിന് തെളിവാണ്. 1990കളിൽ സോവിയറ്റ് യൂണിയന്റെ തകർച്ചയ്ക്കും ഇന്ത്യയുടെ സാമ്പത്തിക ഉദാരവൽക്കരണത്തിനും ശേഷം ഇരു രാജ്യങ്ങളിലെയും ജനങ്ങൾ തമ്മിലുള്ള നേരിട്ടുള്ള ആശയവിനിമയത്തിൽ കുറവ് സംഭവിച്ചിരുന്നു. RT ഇന്ത്യയിലൂടെ ആ പഴയ സൗഹൃദം പ്രത്യേകിച്ച് യുവതലമുറയിലേക്ക് തിരിച്ചുപിടിക്കാൻ സാധിക്കുമെന്നാണ് റഷ്യയുടെ പ്രതീക്ഷ. ഈ സാംസ്കാരിക ചിഹ്നങ്ങളെ ഉപയോഗിക്കുന്നത് RT ഇന്ത്യയുടെ ഉള്ളടക്കത്തിന് ഇന്ത്യൻ പ്രേക്ഷകരുമായി പെട്ടെന്ന് വൈകാരിക ബന്ധം സ്ഥാപിക്കാൻ സഹായിക്കും. RT ഇന്ത്യയുടെ ന്യൂസ് ഹെഡിന്റെ വാക്കുകളിൽ പാശ്ചാത്യ മാധ്യമങ്ങൾ ഇന്ത്യയെ ചിത്രീകരിക്കുന്ന രീതിക്കെതിരെയുള്ള ശക്തമായ പ്രതികരണമാണ് ഈ ചാനൽ. പലപ്പോഴും ഇന്ത്യയെ പരിഷ്കരിക്കപ്പെടേണ്ട ഒരു രാജ്യമായാണ് പാശ്ചാത്യ മാധ്യമങ്ങൾ അവതരിപ്പിക്കുന്നത്. ദാരിദ്ര്യം, സാമൂഹിക പ്രശ്നങ്ങൾ തുടങ്ങിയ വിഷയങ്ങളിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ച് ഇന്ത്യയുടെ പുരോഗതിയെ താഴ്ത്തിക്കെട്ടാനാണ് അവർ ശ്രമിക്കുന്നതെന്ന വിമർശനം ഇന്ത്യയിലെ വലിയൊരു വിഭാഗം ജനങ്ങൾക്കിടയിലുമുണ്ട്. റഷ്യ എക്കാലത്തും ഇന്ത്യയെ തുല്യശക്തിയായും വിശ്വസ്ത സുഹൃത്തായും കാണുന്നുവെന്ന RT ഇന്ത്യയുടെ നിലപാട് പാശ്ചാത്യ രാജ്യങ്ങളോടുള്ള മനോഭാവത്തിൽ അതൃപ്തിയുള്ള ഇന്ത്യൻ പ്രേക്ഷകരെ ആകർഷിക്കാൻ സാധ്യതയുണ്ട്. RT ഇന്ത്യയുടെ വരവ് ഇന്ത്യൻ മാധ്യമ രംഗത്തും പൊതുബോധത്തിലും ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കാൻ സാധ്യതയുണ്ട്. ഇന്ത്യയുടെ വിദേശ നയം പാശ്ചാത്യ മാധ്യമങ്ങളിലൂടെയും ഇപ്പോൾ റഷ്യൻ മാധ്യമങ്ങളിലൂടെയും വ്യാഖ്യാനിക്കപ്പെടുമ്പോൾ ഇന്ത്യൻ പൗരന്മാർക്ക് രണ്ട് വലിയ ധ്രുവങ്ങളിൽ നിന്നുള്ള വിവരങ്ങൾ ലഭ്യമാകും. ഇത് ഇന്ത്യൻ വിദേശ നയത്തെക്കുറിച്ചുള്ള പൊതു ചർച്ചകളെ കൂടുതൽ സങ്കീർണമാക്കും. BBC, CNN പോലുള്ള പാശ്ചാത്യ മാധ്യമങ്ങൾക്ക് വലിയ സ്വാധീനമുള്ള ഇന്ത്യൻ വിപണിയിൽ RT ഇന്ത്യ ഒരു ബദൽ അവതരിപ്പിക്കുകയാണ്. റഷ്യയുടെ പക്ഷത്തു നിന്നുള്ള വാർത്താ വിശകലനങ്ങളും പാശ്ചാത്യ വിരുദ്ധമായ ഉള്ളടക്കങ്ങളും നിലവിലുള്ള അന്താരാഷ്ട്ര വാർത്താ ചാനലുകളുടെ കാഴ്ചക്കാരുടെ എണ്ണത്തിൽ മാറ്റങ്ങൾ വരുത്താനുള്ള സാധ്യതയുമുണ്ട്.